ഉണ്ണി നമുക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസംബർ 17 സെൻസർ ബോർഡ് ഒരു പടം കണ്ട് 27 കട്ടും കൊടുത്ത് അവരത് റിവൈസ് ചെയ്ത് ആ പടം വീണ്ടും അവരെ കാണിക്കുകയും ചെയ്ത്, എന്നിട്ടും ഈ നിമിഷം വരെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ജനുവരി 9 റിലീസാവേണ്ട പടത്തിന്റെ ഹിയറിംഗ് ജനുവരി 21. അപ്പൊ ഈ മാസം എന്തായാലും പടം റിലീസ് ഉണ്ടാവില്ല. ഇതിനു മുന്നേ സെൻസർ ബോർഡുകാർ ഇത്രയും കടുംപിടുത്തം പിടിച്ച ഒരു വേറൊരു പടം ഉണ്ടാവില്ല. എന്തിന് കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിക്ക് അടങ്ങിയ നാടല്ലേ നമ്മുടെ നാട്. ഈ വക മാട്ടപ്പടത്തിനൊക്കെ UA സർട്ടിഫിക്കറ്റും ഒരു പ്രശ്നമില്ലാണ്ട് ആ പടമൊക്കെ റിലീസായി. ഇത് ഭഗവൻ കേസരിയുടെ റീമേക്ക് അല്ലേ. ഈ ഭഗവൻ കേസരിക്ക് തന്നെ സെൻട്രൽ ഗവൺമെന്റ് നാഷണൽ അവാർഡ് കൊടുത്തത്. വിജയനെ എങ്ങനെയെങ്കിലും MDMK BJP അലയൻസിൽ കൊണ്ടുവരണം, അതിനു വേണ്ടിയുള്ള പ്രഷറാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ സെൻസർ ബോർഡുകാർ മുൻവൈരാഗ്യം ഉള്ളണക്ക് ഇതണക്ക് പെരുമാറില്ല ഒരിക്കലും. ഹൈക്കോർട്ട് UA സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഇവന്മാർക്ക് സ്റ്റേക്ക് വേണ്ടി മൂവ് ചെയ്തു. ഇത്രയും വാശി കാണിക്കുമാർ ചെയ്യണമെങ്കിൽ ഇതിന്റെ പിന്നിൽ BJP തന്നെ ആയിരിക്കുമെന്നല്ല, ആണ്. ഒരു സൈഡിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രഷർ, മറു സൈഡിൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ പ്രഷർ. 14 റിലീസാവുന്ന പരാശക്തിനെ 10 തന്നെ റിലീസാക്കി ജനനായകനായിട്ട് ക്ലാഷ് വെക്കാനുള്ള പരിപാടിയും DMK ഗവൺമെന്റിനാണ്. പരാശക്തിയുടെ ഡിസ്ട്രിബ്യൂട്ടറും ഫണ്ടറും നമ്മുടെ DMK ഗവൺമെന്റിന്റെ സ്വന്തമായ റെഡ് ജയന്റ് മൂവീസ് ആണ്. ജനനായകന്റെ ഓഡിയോ റിലീസ് ടെലികാസ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് പരാശക്തിയുടെ ഓഡിയോ റിലീസ് ടെലികാസ്റ്റ് ചെയ്യുക, ജനുവരി 23 മങ്കാത്ത റീ റിലീസ് ചെയ്ത് അങ്ങനെ ഒരു പണി കൊടുക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് DMK ഗവൺമെന്റ് ചെയ്യണത്. ഷോമാർക്ക് അറിയത്തില്ല, അപ്പുറത്ത് നിൽക്കുന്നത് വിജയാണ്. വിജയ് 2019 ദീപാവലി അന്ന് ക്ലാഷ് ബിഗിലും കൈദിയായിരുന്നു. ലോകേഷിന്റെ കരിയർ ബെസ്റ്റ് പടം. കൈദിയുടെ വാലി കെട്ടാനുള്ള പടം പോലുമില്ല ബിഗില്, എന്നിട്ടും ക്ലാഷ് വിന്നർ ആരാ? ബിഗില്. കൈദിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 100 കോടി, ബിഗിലിന്റെ തമിഴ്നാട് കളക്ഷൻ മാത്രം 147 കോടി, വേൾഡ് വൈഡ് 300 കോടി. എന്തിന് 2023 പൊങ്കല്? അന്ന് തല അജിത്തുമായിട്ടായിരുന്നു ക്ലാഷ്. എന്നിട്ട് ഒരു സീരിയൽ പടം വെച്ചിട്ട് അണ്ണൻ ക്ലാഷ് വിന്നർ ആയതാണ്. ആ അണ്ണന്റെ അടുത്താണ് അവന്റെ പരാശക്തി. ரவுண்ட் மொத்தம் ஆளுங்க இருக்கலாம், ஆனா ஆடியன்ஸ் எல்லாரும் ஒருத்தரை மட்டும் தான் பாப்பாங்க. கேள்விப்பட்டிருக்கியா? ஆட்ட நாயகன். കേരളത്തിലെ മീഡിയാസ് ഒക്കെ സ്റ്റാലിൻ എന്തിനാണ് ഈ പുകഴ്ത്തി അടിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് കരുണാനിധി 10-20 വർഷം തമിഴ്നാട് ഭരിച്ച ഒരാളാണ്. ആ ആള് 50,000 കോടി എങ്ങാണ്ടാണ് മുക്കിയേക്കണത്. പക്ഷെ ഈ സ്റ്റാലിൻ കേറി 4 വർഷം കൊണ്ട് അവന്മാര് 50,000 കോടി മുക്കി. അതായത് കരുണാനിധി 20 വർഷം കൊണ്ടുണ്ടാക്കിയ കാശ് ഇവന്മാര് 4 വർഷം കൊണ്ടുണ്ടാക്കി. ഇവന്മാർ അധികാരത്തിൽ കയറുമ്പോൾ തമിഴ്നാട് ഗവൺമെന്റിന്റെ കടം എന്ന് പറയുന്നത് 4 ലക്ഷം കോടിയാണ്. ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റിന്റെ കടം എന്ന് പറയുന്നത് 9 ലക്ഷം കോടിയാണ്. അതാണ് ഇവന്മാര് കട്ടുമുടിച്ച് ചെയ്ത ഭരണം. കരുണാനിധി മുഖ്യമന്ത്രി, അത് കഴിഞ്ഞിട്ട് സ്റ്റാലിൻ മുഖ്യമന്ത്രി, ഈ സ്റ്റാലിന്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദയനിധി സ്റ്റാലിൻ മുഖ്യമന്ത്രി, അത് കഴിഞ്ഞിട്ട് അവന്റെ മോൻ ഇൻപനിധിനെയും കൊണ്ടുവരും. ഇതാണ് DMK. ഇത് എന്താണ്? ഇത് രാജഭരണവും. എന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ. ഇങ്ങനെ ഓരോന്ന് കാണിച്ച് ഇവന്മാർ അണ്ണനെ CM ആകും. ഇതേ കണക്കാർന്ന് MGRനെ ഇവന്മാര് കാണിച്ചത്. അയാള് CM ആയി. ഇപ്പൊ നോക്കിക്കോ, വിജയണ്ണന് CM ആവും. ആദ്യമൊക്കെ എന്റെ മനസ്സിൽ വിജയണ്ണൻ ഇലക്ഷന് തോറ്റ് സിനിമയിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ എനിക്ക് ആഗ്രഹമില്ല. കാരണം സിനിമയിലുള്ള അണ്ണനെ അടകോട്ടനെ വെച്ചനെ അണ്ണനെ കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കുക, അങ്ങനെ താറടിപ്പിക്കുക, ഇവന്മാര് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് അണ്ണൻ ജയിക്കണം. എനിക്ക് ഇനി അണ്ണന്റെ സിനിമ കാണാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, യുവമാരുടെയൊക്കെ മുന്നിൽ എന്റെ അണ്ണൻ ജയിക്കണം. ഇങ്ങനെ അണ്ണനെ കുറിച്ച് അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി അണ്ണൻ രാഷ്ട്രം വിട്ട് പോകുന്ന അവന്റെയൊക്കെ വിചാരം. ഇവനൊന്നും അറിയത്തില്ല അണ്ണൻ ആരാ. 33 വർഷത്തിന് മുന്നേ എന്റെ അണ്ണന്റെ ആദ്യത്തെ പടം റിലീസ് ആയപ്പോഴത്തേക്ക് തകരടപ്പ മൂഞ്ചി എന്ന് പറഞ്ഞ എഴുതിയ അതേ മാസിക വിജയാണ് അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് എഴുതിപ്പിച്ചാണ് എന്റെ അണ്ണൻ. രജനീകാന്ത് വന്നതിന് ശേഷം രജനീകാന്തിന്റെ സ്റ്റാർഡം തൊടാൻ ഒരുത്തനും പറ്റിയിട്ടില്ല, കമലഹാസൻ ഉൾപ്പെടെ. രജനീകാന്തിന്റെ സ്റ്റാർഡത്തിന് മോളിൽ പോയ ഒരേ ഒരാളുള്ളൂ, അത് വിജയാണ്. അടുത്ത വർഷം എഴുതി വെച്ചോ, അടുത്ത വർഷം ഈ സമയത്ത് അണ്ണൻ CM എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് ഒരു നടന് വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? കഴിഞ്ഞ 33 വർഷമായിട്ട് അയാളെ ഞാൻ കണ്ടോണ്ടിരിക്കുക. അയാൾ എന്നെ കരയിപ്പിച്ചിട്ടുണ്ട്, എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്, എന്നെ ഹരം കൊള്ളിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഇൻട്രോ ആയിട്ട് ഞാൻ തിയേറ്ററിൽ പോയി കിടന്ന് ഡാൻസും കളിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം അയാൾ ഒറ്റ ഒരാളാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും വിജയണ്ണന്റെ പടം റിലീസാവാൻ്റെ അന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ മറക്കും. ഒരാളെ വെറുക്കാനാണ് കാരണങ്ങൾ ആവശ്യമുള്ളത്, ഇഷ്ടപ്പെടാൻ കാരണം ആവശ്യമില്ല. താങ്ക്സ് ഫോർ എവരിത്തിങ് അണ്ണ. യു ആർ മൈ ഇൻസ്പിറേഷൻ. വൺസ് എ ദളപതി ഫാൻ, ഓൾവേസ് എ ദളപതി ഫാൻ.